ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിയൻ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒറിജിനൽ ഫോട്ടോയെ ഇതിൽ ഹെയർ കട്ട് ചെയ്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുമ്പോൾ ആ ഒറിജിനാലിറ്റി ഫീലിംഗ് വരുന്ന രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാം. ഈ മുടിയിഴകൾ ഇതേ കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്ത്, ഇതാണ് മുമ്പ് വർക്ക് ചെയ്ത ഫോട്ടോ. ഇതാണ് ഈ ഫോട്ടോയുടെ ഒരു 95% ഹെയർ ഇതേ സെയിം അതുപോലെ കട്ട് ചെയ്തതിലുണ്ട്. അതാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. മൾട്ടിപ്പിൾ വഴി കട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നോക്കുക. എന്തെങ്കിലും സംശയം പിന്നീട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ആദ്യം ഇത് നോക്കുക. ഇതാണ് ഒറിജിനൽ ഫോട്ടോ. ഒറിജിനൽ ഫോട്ടോ കണ്ടല്ലേ, നിങ്ങൾ വേറൊരു ലെയറിലാണ് കിടക്കുന്നത്. ലെയറിൽ അതിനുശേഷം ആദ്യം നമുക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ചിലവർ എടുക്കുന്നുണ്ട്, കറുത്ത ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട്, കറുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ടിടാൻ നോക്കും. ആ സമയം അതൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അത് കളർ കോമ്പിനേഷൻ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അത് കട്ട് ചെയ്ത് വെച്ചു എന്നറിയാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എടുത്ത ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ള ലൈറ്റ് ഷെയ്ഡും ഉള്ള, ആ ഫോട്ടോയ്ക്കുള്ള ലൈറ്റ് ഷെയ്ഡുള്ള അനുസരിച്ചുള്ള ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ ഇൻവിസിബിൾ ഒന്ന് ആക്കുക, ഇൻവിസിബിൾ ആക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അതിന് കുറച്ച് കോൺട്രാസ്റ്റ് കൊടുത്തു. നമ്മൾ ഒറിജിനാലിറ്റി ഫീലിംഗ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒറിജിനൽ ഫോട്ടോയിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. കുറച്ചൊന്ന് ബ്ലറാക്കാം. ബ്ലർ എടുത്തു, കുറച്ച് ബ്ലറാക്കി. അതിനുശേഷം നമ്മൾ ഈ വിസിബിൾ നോക്കുക, വിസിബിളാക്കുകയാണ്. വിസിബിളാക്കി അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്കിലാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അത് നമ്മൾ ഏറ്റവും മുകളിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഫോട്ടോ മുകളിൽ വന്നു, അത് നോക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മുകളിലുള്ള ഫോട്ടോയെ ഒരു ലെയറും കൂടെ എടുക്കുക. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് ഒരു ലെയർ കൂടെ എടുക്കുക. ഇപ്പോൾ 2 ലെയറുണ്ട്, 2 ഫോട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ ഏറ്റവും മുകളിലുള്ള ഇത് ഇൻവിസിബിൾ ആക്കുക. അതിനുശേഷം ഈ താഴത്തെ ലെയർ എടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം ഈ ലെയറിൻ്റെ മുകളിലുള്ള നോർമൽ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ കൊടുക്കുക. മൾട്ടിപ്ലൈ. അപ്പോൾ ഈ ഇമേജ് ഈ ലെവലിൽ വരും. അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ലൈറ്റ്, പടത്തിനൊന്ന് കുറച്ച് ലൈറ്റ് ആക്കുക. ആ ലെയർ തന്നെ ഒന്ന് കുറച്ച് ലൈറ്റ് ആക്കുക. ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം കൺട്രോൾ എൽ എടുക്കുക. കൺട്രോൾ എൽ എന്ന് പറയുമ്പോൾ ലെവൽസ് ആണ്. ലെവൽസ് എടുത്തതിന് ശേഷം പിക്കിംഗ് ടൂളുണ്ട്, 3 പിക്കിംഗ് ടൂളുണ്ട്. അതിൽ 3ാമത്തെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ ഈ ഫോട്ടോയ്ക്ക് അകത്തുള്ള നമ്മളിപ്പോൾ ഈ മുടിയിൽ ക്ലിക്ക് ചെയ്യുന്നത് പടഞ്ഞിങ്ങനെ വരും. അതിന് പുറത്തുള്ള ലെയറിൽ നമ്മൾ ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പുറത്തുള്ള ഈ പുറത്ത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എങ്ങനെ ഫീൽ. ഇപ്പോൾ ഡാർക്കായ പ്രദേശത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതായത് നമുക്ക് മുടി ഫുള്ളായിട്ട് പോകും. ജസ്റ്റ് ലൈറ്റായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മുടി മറ്റേ ഒറിജിനൽ ഫോട്ടോയിൽ നിന്നുള്ള ഒറിജിനാലിറ്റി കണ്ടോ. അതിനുശേഷം ഈ വിസിബിൾ മാറ്റി, ഇൻവിസിബിൾ മാറ്റി വിസിബിൾ ആക്കുക. അതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ പുറത്തുള്ള ഭാഗങ്ങളെല്ലാം ഇറേസ് ടൂൾ, ഈ ടൂൾ എടുക്കുക. ഇറേസ് ടൂൾ എടുത്തിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, അതിൻ്റെ മുകളിലുള്ള ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഈ ഡിലീറ്റ് ആവുന്നത് മുകളിലുള്ള ലെയറാണ് ഡിലീറ്റ് ആവുന്നത്. നോക്കുക, ഡിലീറ്റ് ആക്കുക. ബാക്കിലത്തെ ഹെയർ ഉണ്ടോ, ഇതുപോലെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. വെരി സിമ്പിളാണ് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പ്രേമ സിനിമ പറയുന്നത് ജാവ എന്ന് പറയുന്നത് വെരി സിമ്പിളാണ്, എന്നാൽ കുറച്ച് പാടുമാണ്. അതുപോലെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, പിന്നെ ഈ ഭാഗങ്ങളിൽ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കാതെ പെൻ ടൂളിട്ട് കട്ട് ചെയ്യുക. പെൻ ടൂൾ, പി ടൂൾ എടുക്കുക. പെൻ ടൂൾ ഇങ്ങനെ പെൻ ടൂൾ എടുത്ത് ഇതേപോലെ കറക്റ്റ് അവിടെ നമ്മൾ ഫെദർ കൊടുക്കേണ്ടത് ഒരു 1.2 അങ്ങനെ കൊടുക്കാം. എന്നിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഓക്കെ. ഇവിടെ ഒരു ഇതൊക്കെ തോന്നുന്നെങ്കിൽ എറേസ് ടൂളിട്ടൊന്ന് ചെറുതായിട്ട് ഇപ്പം തന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് തന്നെ മനസ്സിലാവും.
ആ ഒരു ഇത്. പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടത് കളർ കറപ്ഷനാണ് ചെയ്യേണ്ടത്. നമ്മളെ ഫ്രണ്ടിലുള്ള ഓബ്ജക്റ്റുമായി ബാക്കിലുള്ള ആ ലെയറിനെ കറപ്ഷൻ ആക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, അതിനുശേഷം ഒന്ന് ഡാർക്ക് ഇങ്ങനെ ഡാർക്ക്, അല്ലെങ്കിൽ കളർ ബാലൻസ് എടുത്ത് യെല്ലോ ഒന്ന് കൂട്ടി കൊടുക്കുക. ഉണ്ടോ, യെല്ലോ കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലുള്ള ലെയറിലും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കളർ കറപ്ഷൻ ചെയ്യാം. കുറച്ച് യെല്ലോ കൂട്ടി, കുറച്ച് റെഡ് കൂട്ടി. അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ് ആക്കാം, കർവ്സ് എടുത്തൊന്ന് ലൈറ്റ് ആക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ? എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിനനുസരിച്ചൊന്ന് ആക്കാൻ വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പല ഫിൽറ്ററുകൾ കൊടുക്കും, ലൈറ്റ് ഷെയ്ഡ് കൊടുക്കും. ഇതിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കേണ്ട കാര്യമില്ല, ആൾറെഡി ലൈറ്റ് ഷെയ്ഡ് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഫിൽറ്റർ കൊടുത്ത് ചെയ്യാം. അതിനാദ്യം ഈ ലെയറുകളെല്ലാം ഒരുമിച്ച് ഒരൊറ്റ ലെയറാക്കുക, പ്ലാറ്റേൺ ആക്കിയതിന് ശേഷം ഒരു ഫിൽറ്റർ. ഇപ്പോൾ ഫിൽറ്റർ ആവശ്യത്തിന് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു ഫിൽറ്റർ ആഡ് ചെയ്തിരിക്കുന്നത് വിർച്വൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നതാണ്. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നുണ്ട്, മൗണ്ടൻ എന്നുള്ളതുണ്ട്. മൗണ്ടൻ എന്ന് പറയുന്നതാണ് ഞാൻ കൊടുക്കുന്നത്. അത് നോക്കി, അത് കൊടുത്തപ്പോഴുള്ള ഇത് കണ്ടോ? നിങ്ങൾ ബാക്ക് വൈഡ് അടിച്ച് നോക്കണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഫിൽറ്റർ കൊടുത്തപ്പോൾ ആ ഒറിജിനാലിറ്റി എല്ലാം, ആ ബാക്ക്ഗ്രൗണ്ടും ഫേസും ഹെയറും എല്ലാം ഒരേ കളർ ടോണിലേക്ക് വന്നു കഴിഞ്ഞു. അതിപ്പോൾ നോക്കിയോ, ഇതാണ് ഒറിജിനൽ ഫോട്ടോ. അത് മുമ്പ് ഞാൻ ചെയ്ത ഫോട്ടോയാണ്. ജസ്റ്റ് ചെറിയൊരു കളർ വേരിയേഷനൊക്കെ കാണും, പക്ഷേ എന്നാലും ആ ഹെയർ ഇതിപ്പോൾ ഒരു 80% ആ ഹെയർ അതേ കണക്ക് തന്നെയാണ്. നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ചെയ്ത് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അത് കിട്ടുന്നതായിരിക്കും. അത് കണ്ടോ, ഇത് ഒറിജിനാലിറ്റി അതേ കണക്ക് രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചോദിക്കുക. ഈ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ ഫോട്ടോയ്ക്ക് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ആ ഫോട്ടോയിൽ വരുന്ന ലൈറ്റ് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇതേപോലെ കൺട്രോൾ എടുത്ത് ലെവൽസ് എടുത്ത് മൾട്ടിപ്ലൈ, ഈ ലെയർ ഓപ്ഷനിൽ ഈ നോർമൽ മാറ്റി മൾട്ടിപ്ലൈ ആക്കിയതിന് ശേഷം ഈ ലെവൽസിൽ കളർ പിക്ക് ചെയ്ത് ഇതിങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനം ഒരു ഫിൽറ്ററും കൂടെ കൊടുത്ത് നമുക്കൊരു കളർ കോമ്പിനേഷൻ എല്ലാം കൂടെ റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ താങ്ക്സ്.